ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി അടുപ്പേ വെച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകുമൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 10-25 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞല്ല, ഒന്നോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. സൈസ് ചെറുതായതുകൊണ്ടാണ് ഞാൻ അരിയാതെ ഇട്ട് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ ഒന്ന് 2-3 മുറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരല്പസമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചെറിയുള്ളിക്കകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേവി അല്പം ലൂസായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എരിവും പുളി എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റിയായ ഉള്ളിക്കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.